സ്റ്റാൻലി ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് മട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചു. അടുത്ത ദിവസം വീണ്ടും അലീന ഉപവാസം അനുഷ്ഠിച്ചു. അവളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഉച്ചവരെ അവധക്കുട്ടിയും അച്ചായനും ഉപവസിച്ചു. ഭക്ഷണത്തിന് സ്റ്റാൻലിയോടൊപ്പം അവധക്കുട്ടിച്ചായനും ഉണ്ടായിരുന്നു. ഉദ്ദേശിച്ചുള്ളത്ര സുഖമല്ല കേട്ടോ ലാലിച്ച ഈ ഉപവാസം. വയറ് കാഞ്ഞിട്ട് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. അവൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നോ ആവോ. സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. നീ അവളെ തിരിച്ചുപോയി വിട്ടേക്ക് ലാലിച്ച. മര്യാദയ്ക്ക് വല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കട്ടെ. 23 കൊല്ലം അനാഥാലയത്തിൽ പട്ടിണി കിടന്നിട്ട് ഇവിടെ വന്നപ്പോൾ അതിനേക്കാൾ പട്ടിണി. നമ്മളതിനെ ഈ പാവമെല്ലാം കൂടി ചുമക്കുന്നേ. നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചോ നിരാഹാരം ഇരിക്കാൻ? സ്റ്റാൻലി ദേഷ്യപ്പെടുന്നുണ്ട്. അവളുടെ സ്വഭാവം മനസ്സിലായല്ലോ. നീയുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ പൊന്നൂർക്ക് കൊണ്ടുപോയിക്കോളാം. അതിന്റെ ആവശ്യമില്ല. ഈ 3 ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം മാത്രമേ അവൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്ന് ഓർക്കണം. മുഖത്തോട്ട് നോക്കിയാൽ അറിയാം അതിന്റെ വാട്ടം. കണ്ണെല്ലാം കുഴിഞ്ഞ് കാവളൊട്ടി വിളറി വെളുത്ത് 3 ദിവസം കൊണ്ട് കോലം കിട്ടുപോയി. അപ്പച്ചൊരു കാര്യം ചോറിനിട്ട് വേഗം സ്ഥലമിടാൻ നോക്ക്. പുല്ലൂർ ചെന്നാൽ ഇഷ്ടംപോലെ പണി കാണുമല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. പിന്നെ നിന്റെ ചോറ് തിന്നാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. പോടാ പോവേ. അവധക്കുട്ടനെ പ്ലേറ്റ് നീക്കിക്കൊണ്ട് എഴുന്നേറ്റു. നീ എന്നാടാ വലിയ കേണലായത്? എന്റെ മടി കിടന്ന് അപ്പയിടുകയും മൂത്രയിടുകയൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ നീ? ഡൈനിങ് റൂം വിട്ടു തുറന്നതിന് മുമ്പ് അയാൾ ഇത്രയും കൂടി പറഞ്ഞു. ഈ നിമിഷം മുതൽ ഞാനും ചിന്നമ്മയും ഒറ്റ കെട്ടാ. ഞങ്ങളെ തോൽപ്പിക്കാൻ നീ നോക്കണ്ട കേട്ടോ. അപ്പോഴേക്കും പിന്നിൽ നിന്ന ആൻ്റപ്പനും പൗലൂസും ഒക്കെ ചിരിക്കുന്നുണ്ട്. വൈകുന്നേരം സ്റ്റാൻലി മദ്യപിച്ചുകൊണ്ട് മുറുക്കിലിരിക്കുമ്പോൾ അലീന പ്രാക്കൂടലിലേക്ക് പോകുന്നത് ജനലോട് കണ്ടു. അയാൾ എഴുന്നിട്ട് ജനലേക്ക് ചെന്ന് നോക്കി. അലീന പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാണ്. നായ്ക്കളിൽ ചിലത് അവളുടെ പുറകെയുണ്ട്. ലോണിൽ അവൾ നായ്ക്കളോടൊപ്പം അല്പനേരം കഴിച്ചു. അവളുടെ ചലനങ്ങൾ പതിവ് പോലെയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ആകെ ഒരു മന്ദതയുണ്ട്. ക്ഷീണതയാണെന്ന് ഒറ്റനോട്ടത്തിൽ അറിയാം. അലീന നീളൻ വരാന്തയിൽ വന്നിരുന്നു. തൂണിലേക്ക് ചാരി കാല് നീട്ടി തളർന്നുള്ള ഇരിപ്പ്. രാത്രി അത്താഴത്തിന് മുമ്പ് സ്റ്റാൻലി അലീനയുടെ മുറിയിൽ ചെന്ന് അവളെ വിളിച്ചു. അലീന എഴുന്നേറ്റ് വരൂ. മൂടിപ്പൊതിച്ച് കിടക്കുകയായിരുന്നു. അലീന എഴുന്നേറ്റു. സ്റ്റാൻലി ഡൈനിങ് റൂമിലേക്ക് പോയി. പിന്നാലെ അലീനയും. അങ്ങോട്ടിരിക്കെ. സ്റ്റാൻലി കസേര ചൂണ്ടിക്കാട്ടി. അലീന ഇരുന്നു. അവധക്കുട്ടിച്ചായനും എത്തി. സ്റ്റാൻലി പൗലോസിനെ വിളിച്ചു. പൗലോസ് ഒരു കാസറോളുമായി ഊണുമേശത്തിന് നേരത്തേക്ക് വന്നു. പൗലോസെ അയാളുടെ പേര് വിളിച്ചിട്ട് സ്റ്റാൻലി അലീനയുടെ നേർക്ക് കൈ ചൂണ്ടി. ഈ ഇരിക്കുന്നത് എന്റെ മകളാണ്. ഇനി മുതൽ നീ ഇവളിൽ പറയുന്ന പോലെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ട എന്നിവൾ പറഞ്ഞാൽ വേണ്ട. സദ്യ വെക്കണം എന്ന് പറഞ്ഞാൽ വെക്കണം. ഒരു കാര്യത്തിനും എൻ്റെ അടുത്ത് പരാതിയും പറഞ്ഞിട്ട് വരരുത്. അതായത് നിന്റെ മുമ്പിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ എൻ്റെ മൂള് പറഞ്ഞ പോലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാം. എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ? പൗലോസ് ആകെപ്പാടെ അസ്വസ്ഥനായി നിൽക്കാണ്. അവധക്കുട്ടിച്ചനെ നന്നായി ബോധിച്ചു കേട്ടോ. നിനക്ക് വല്ലതും പറയണമെങ്കിൽ ഇപ്പൊ പറയണം. മുതലാളി, ഞാൻ ഇത്രയും നാളും ഒരു കുഴപ്പവും കാണിക്കാതെ സമ്മതിച്ചു. നീ നന്നായിട്ട് ജോലി ചെയ്തു. ഇനി അങ്ങോട്ടുള്ള കാര്യമാ ഞാൻ പറഞ്ഞത്. എനിക്കൊന്ന് ആലോചിക്കണം. നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട്. പോയിക്കോ. പൗലോസ് തിരികെ അടുക്കളയിലേക്ക് പോയി. സ്റ്റാൻലി അലീനെ നോക്കി. നിനക്ക് തൃപ്തിയായല്ലോ? അലീനയുടെ മിഴികളിൽ നനവ് പടർന്നു. താങ്ക് യു പപ്പ. സ്റ്റാൻലി ഒരു പ്ലേറ്റ് എടുത്ത് അവളുടെ മുമ്പിലേക്ക് വെച്ചു. അതിലേക്ക് ചപ്പാത്തിയും ചോറും കറികളും കോരിയിട്ടു. ഇനി നിനക്ക് സമരം അവസാനിപ്പിക്കാം. അലീന എഴുന്നേറ്റ് സ്റ്റാൻലി ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് അയാളുടെ ഇടത് കൈത്തലം കൈയെടുത്തുകൊണ്ട് പറഞ്ഞു. പപ്പ സോറി. എന്തിന്? ഗൗരവം വിടാതെ സ്റ്റാൻലി ചോദിക്കാണ്. പപ്പയ്ക്കെതിരെ സമരം ചെയ്തതിന്. അപ്പോ സമരം തന്നെ ആയിരുന്നു അല്ലേ? സോറി. സോറി. പോയിരുന്ന് കഴിക്കേ. പപ്പ എനിക്ക് എന്തെങ്കിലും എടുത്തു തന്നിട്ട് വേണം ഉപവാസം അവസാനിപ്പിക്കാൻ. സ്റ്റാൻലി ഫോർക്ക് എടുത്ത് അതുപയോഗിച്ച് ഓംലെറ്റിന്റെ പീസ് കോർത്തെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. അലീന ഫോർക്ക് പിടിച്ചു വാങ്ങി പ്ലേറ്റിൽ വെച്ചു. കൈകൊണ്ടെടുത്തതാ. ഒരപ്പൻ മകൾക്ക് ജീവിതത്തിലമായി തരുന്നതല്ലേ. സ്റ്റാൻലിക്ക് അല്പം കുറച്ചിൽ തോന്നിയെങ്കിലും അയാൾ അനുസരിച്ചു. കൈകൊണ്ട് കുറച്ച് ഭക്ഷണം എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. അലീന ആ കൈ പിടിച്ച് തന്റെ മുഖത്ത് നേർക്ക് കൊണ്ടുവന്നു. അയാളുടെ വിരലുകൾക്കിടയിലൂടെ മെല്ലെ കടിച്ചെടുത്തു. അതുപോലൊരു കഷ്ണം അവൾ കൊണ്ടെടുത്ത് സ്റ്റാൻലിയുടെ വായ്ക്ക് നേർ നീട്ടി. പപ്പയുടെ മോള് ആദ്യമായിട്ട് തരുന്നതല്ലേ. അയാൾ കുഞ്ഞിനെ പോലെ വാതിർന്നു. താൻ ചെറുതായി പോയെന്ന് സ്റ്റാൻലിക്ക് തോന്നുന്നുണ്ടാവാണ്. അലീന അയാളുടെ ഇടതുകരം കവളത്തേക്ക് ചേർത്ത് കൈവളിൽ മൃദുവായി ഉമ്മ വച്ചു. താങ്ക് യു പപ്പ, അവൾ നിറമൊഴികളോട് പറഞ്ഞു. സ്റ്റാൻലി ആകെപ്പാടിന് ചമ്മിയിട്ടുണ്ട്. എങ്കിലും ഇതുവരെ അറിയാത്ത അനുഭവിക്കാത്ത ഒരു സ്നേഹത്തിന്റെ സ്പർശവും സുഗന്ധവും അയാൾക്ക് അനുഭവപ്പെട്ടു. അവധക്കുട്ടിച്ചായൻ ആകെപ്പാടെ സന്തോഷത്തോടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് രാവിലെ കിച്ചണിലെത്തിയപ്പോഴേക്കും അലീന ചായ ഉണ്ടാക്കി കഴിഞ്ഞു.
അലീന ചായക്കപ്പുകൾ ഡ്രൈയിൽ അടുക്കിയിട്ട് അയാളുടെ മുമ്പിൽ ചെന്നു. ചായ. പൗലോസ് അത് ഗൗനിച്ചില്ല. അവളുടെ നേർക്ക് നോക്കിയില്ല. പൗലോസേട്ടാ, ചായ എടുക്ക്. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തേ? പൗലോസേട്ടൻ ചായ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഇവിടെ നോക്ക് പൗലോസേട്ടാ, എന്നോട് എന്തിനാ പിണക്കം? നമ്മളൊന്നിച്ച് ഒരാൾക്കിടുന്ന് പണിയെടുക്കേണ്ടവരല്ലേ? അപ്പോ പിണങ്ങി നിന്നാൽ എങ്ങനാ? എനിക്ക് പൗലോസേട്ടനോട് ഒരു പിണക്കവും ഇല്ലല്ലോ. സഹകരിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ സന്തോഷം. അയാൾ ഒന്നും മിണ്ടാതെ സോസ്പാനിൽ വെള്ളം പിടിച്ച് സ്റ്റൗവിന്മേൽ വെച്ചു. അലീന ഒന്നും മിണ്ടാതെ ഒരു കപ്പ് ചായ എടുത്ത് അയാളുടെ മുമ്പിൽ സ്ലാബിൽ വെച്ചു കൊടുത്തിട്ട് ഡ്രൈമായി പോയി. അവധക്കുട്ടിച്ചായനും ആൻ്റപ്പനും രാജപ്പനും ബൈജുവിനും അലീന തന്നെയാണ് ചായ കൊടുത്തത്. സ്റ്റാലിൽ പുലർച്ചെ കഴിഞ്ഞിട്ട് മോർണിംഗ് വാക്കിന് പോയിരുന്നു. അലീനും ചായ കുടിച്ചു. തിരികെ കിച്ചണിലെത്തിയപ്പോൾ പൗലോസ് ചായ കുടിച്ചില്ലെന്ന് കണ്ടു. പൗലോസ് ചായപ്പൊടിയുടെ ടിന്നെടുത്ത് അതിനടപ്പ് തുറക്കുന്നു. എന്തിനാ പൗലോസേട്ടാ? പൗലോസ് ഒന്നും മിണ്ടാതെ സ്പൂൺ ഉപയോഗിച്ച് ടിന്നുള്ളിൽ നിന്നും ചായപ്പൊടി എടുത്ത് സോസ്പാനിൽ തെളിച്ച വെള്ളത്തിലേക്ക് ഇടാൻ ഭാവിച്ചതും സ്പൂണിൽ ചെറിയ പിടുത്തം വീണു. ഒരു തള്ളുവിരലും ചൂണ്ടുവിരലും. ഞാൻ ചോദിച്ചത് പൗലോസേട്ടന് കേട്ടില്ലായിരുന്നോ? പൊട്ടൊന്നും അല്ലല്ലോ. ഒരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ചാൽ അതിന് വേണമെന്ന് ചോദിക്കണോ? പൗലോസ് ദേഷ്യത്തിൽ ചോദിക്കാണ്. വേണം. ഞാനൊരു ചായ ഇട്ട് തന്നിരുന്നല്ലോ, കണ്ടില്ലായിരുന്നോ? എനിക്ക് മറ്റുള്ളവരുണ്ടാക്കുന്ന ചായ ഇഷ്ടമില്ല. വായക്ക് രുചിയായിട്ട് കുടിക്കണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കണം. ഇത്രയും കാലം അങ്ങനായിരുന്നു. ഇനി ഞാൻ നടപ്പില്ല. സ്വന്തം ഇഷ്ടത്തിന് ചായ കുടിക്കണമെങ്കിൽ പൗലോസേട്ടൻ സ്വന്തം വീട്ടിൽ പോയി കുടിച്ചോളണം. പൗലോസ് സ്പൂണിലെ ചായപ്പൊടി തിരികെ ടിന്നിലിട്ടു. മനസ്സിൽ ഒരു ശത്രുത വിചാരിച്ചുകൊണ്ടല്ല ഞാൻ ഈ കിച്ചണിലോട്ട് രാവിലെ കയറി വന്നത്. അലീന പറയാണ്. പൗലോസേട്ടൻ എങ്ങനെ ഇത്രയും രുചിയായി ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചും കണ്ടും പഠിക്കാം. എനിക്കറിയാവുന്ന ചില കറിക്കുട്ടുകളൊക്കെ പറഞ്ഞു തരാം. പൗലോസേട്ടൻ്റെ ജോലിയിൽ സഹായിക്കുകയും ചെയ്യാം. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ എൻ്റെ അടുത്ത് മത്സരിക്കാനാണെങ്കിൽ പൗലോസേട്ടൻ്റെ പെട്ടിയും കിടക്കയും ചുരുട്ടി കെട്ടി വെച്ചോ. 3 ദിവസം നോക്കും ഞാൻ പൗലോസേട്ടൻ്റെ മനോഭാവം എന്താണെന്ന്. ശാന്തർസുഖത്തിലാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ അർത്ഥം വ്യക്തമായിരുന്നു. അലീന കിച്ചണിൽ നിന്ന് പോയിക്കഴിഞ്ഞ ശേഷം പൗലോസ് ബൈജുവിനെയും വിനോദിനെയും കൊണ്ട് സംസാരിച്ചു. ഇവിടുന്ന് പോകേണ്ടിയിരുന്ന ലക്ഷണമാ അയാൾ പറഞ്ഞു. ഒരു കാരണവശാലും പൗലോസിനെ പോകരുത്. ആ പെണ്ണിന്റെ അടുത്ത് എന്തിനാ വഴക്കിന് നിൽക്കുന്നേ? അവൾ എന്താ വെച്ചാൽ ചെയ്യട്ടെ. ബൈജു പറയാണ്. മുതലാളിയുടെ ഭാര്യ മക്കളെ പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. ഇത് അങ്ങനെയാണോ? നമുക്കറിയാമല്ലോ മുതലാളിയുടെ ശരിക്ക് ഉള്ള മോളൊന്നും അല്ലെന്ന്. കണ്ട അനാഥാലയത്തിലേക്ക് ദരിദ്രവാസിയായിട്ട് ജീവിച്ചോളല്ലേ. കുറച്ചു കാലം എങ്ങാണ്ടൊക്കെ വീട്ടുവേലക്കാരെ നിന്നത്രേ. എന്നിട്ടാ നമ്മുടെ അടുത്ത് പത്രാസ്. ആരാ അവള്? പൗലോസ് പകയോടെ ദേഷ്യപ്പെടുകയാണ്. പൗലോസേട്ടൻ പൊക്കളയല്ലേ, മണ്ടത്തരമാ അത്. ബൈജു ഉപദേശിച്ചു. നീ വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഗുണം ഉണ്ടായില്ലടാ. 5 പിന്നെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അവര് വരും പൗലോസേട്ടാ, നോക്കിക്കോ. വരുമ്പം ഒരു ബറ്റാലിയൻ പടയങ്ങ് വരും. അവളുടെ കുറ്റി പറിക്കാതെ അവരോടും തിരിച്ചു പോവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ. ആൻ്റപ്പനും കൂടി നമ്മളെ കൂടെ നിന്നാ മതിയായിരുന്നു. പൗലോസ് പറയാണ്. അയാളെ നോക്കണ്ട, പൊങ്ങുന്ന വെള്ളത്തിന് മീതെ നിൽക്കുന്നവനാ. രാജപ്പൻ പറയാണ്. പൗലോസിനും പോയി ഡ്രസ്സ് മാറി വാ, മാർക്കറ്റിൽ പോവണ്ടേ? ബൈജു പറഞ്ഞു. പൗലോസ് അടുക്കളയിലേക്ക് തിരിച്ചുപോയി. 7:30 മണിയോടെ ബൈജു ജീപ്പ് ഇറക്കി. സാധനങ്ങൾ വാങ്ങിയവർ തിരിച്ചെത്തിയപ്പോൾ 8:30 മണി. ജീപ്പിൽ നിന്ന് കിച്ചണിലേക്ക് സാധനം ഇറങ്ങുമ്പോൾ അലീന അങ്ങോട്ടേക്ക് ചെന്നു. അരി, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ, മത്സ്യം, മാംസം തുടങ്ങിയവ എല്ലാം വാങ്ങിയിട്ടുണ്ട്. പൗലോസേട്ടാ, ഇതെല്ലാം രൊക്കം പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണോ അതോ ഓരോരോ കടകളിൽ പറ്റുവരവാണോ? മാസം തോറും ബില്ല് തീർക്കുക. പൗലോസുകളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ബില്ല് എവിടെ? കാണട്ടെ. ഇറച്ചിക്കടയിലും മീൻകടലിലൊക്കെ എവിടാ കുഞ്ഞേ ബില്ല്? പൗലോസ് പറഞ്ഞ രീതി കേട്ട് രാജപ്പനും ബൈജുവും ചിരിച്ചു. എന്നാലും ഒരു തുണ്ടെങ്കിലും കുറിച്ച് തരുമല്ലോ. തുണ്ടല്ല കുഞ്ഞെ, പറ്റുബുക്കുണ്ട്. അതിലാ കുറിക്കുന്നത്. എവിടെ കുറിച്ച് പറ്റുബുക്ക്? അത് കടയിലാ. അവരുടെ പറ്റുബുക്ക് നമുക്കൊന്നും വിടില്ല. അപ്പോഴേക്കും ബൈജുവും വിനോദും അടക്കി ചിരിച്ചു. എന്തോന്നിനാണ് വിളിക്കുന്നേ? പൗലോസേട്ടൻ കപട ദേശത്തിൽ അവരോട് തട്ടിക്കയറി. അത് പൗലോസേട്ടൻ പറയുന്ന മുഴുവൻ തമാശയാണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാ. അലീന പറഞ്ഞു. നമുക്ക് അക്കൗണ്ട് ബുക്ക് ഇല്ലേ പൗലോസേട്ടാ? കടക്കാർക്ക് മാത്രമേ ഉള്ളോ? നമുക്കുണ്ട്. എവിടെ കാണട്ടെ? പൗലോസ് അലമാരയ്ക്ക് മുകളിൽ നിന്നും നീളം കൂടിയതും വീതി കുറഞ്ഞതുമായ ഒരു ബുക്ക് എടുത്ത് കാണിച്ചു. അലീന കൈ നീട്ടി അത് വാങ്ങിയിട്ട് തുറന്നു നോക്കി. താളുകൾ ഓടിച്ചു മറിച്ചു. ഇന്നത്തെ കണക്ക് എവിടെ എഴുതിയിരിക്കുന്നത്? ഇന്ന് ബുക്ക് കൊണ്ടുപോയില്ല. പൗലോസ് പറഞ്ഞു. അതെന്താ? മറന്നുപോയി. വാങ്ങിച്ച സാധനത്തിന്റെ കണക്ക് എഴുതണ്ടേ? അവരെ കുറിച്ച് കഴിഞ്ഞ് ഒരു ഐറ്റം കൂടി എഴുതിയാലോ? എന്തൊക്കെയാ വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. മറന്നുപോയാലോ? മറക്കുന്നതിന് മുമ്പ് ഞാൻ പറ്റുബുക്കിൽ കുറിപ്പിക്കും. നാളെ തന്നെ. ഇന്നലെ വല്ലതും വാങ്ങിച്ചായിരുന്നോ? വാങ്ങിച്ചു. പറ്റുബുക്കിൽ കുറിപ്പിച്ചോ? ഇല്ല, മറന്നുപോയി. എല്ലാം കൂടി ഒന്നിച്ചു കുറിപ്പിക്കാമെന്ന് വെച്ചു.
ഇനിമേൽ പറ്റുബുക്കിൽ കുറിപ്പിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇവിടെ വാങ്ങരുത്. മറന്നുപോയാൽ തിരിച്ചിവിടെ വന്ന് എടുത്തോണ്ട് പോയിക്കൊള്ളണം. 3 പേരോടും കൂടിയാ പറയുന്നേ. അലീന 3 പേരെ മാറി മാറി നോക്കി. അപ്പോഴേക്കും അവധക്കുട്ടിച്ചായൻ അവിടേക്ക് വന്നു. എന്താ മോളെ ഇവിടെ? ഒന്നുമില്ല വല്യപ്പച്ച, ഇവര് വാങ്ങിയ സാധനങ്ങളുടെ കണക്ക് ചോദിക്കുമായിരുന്നു. ഈ അരി എത്ര പൗലോസേട്ടാ? 50 കിലോ. പഞ്ചസാര 10. 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. അലീന പോയി പേനയും കടലാസും എടുത്തുകൊണ്ട് വന്നു. ഓറായിട്ട് ഇതിന്റെ തൂക്കം വിലയും കൃത്യമായിട്ട് പറഞ്ഞോ. പൗലോസ് ഓരോ സാധനങ്ങളുടെ തൂക്കം വിലയും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അവധക്കുട്ടിച്ചായൻ ആകാംക്ഷയോടെ നോക്കി നിൽക്കാണ്. എന്താ കുഴപ്പമുണ്ടെന്നും അല്ലത് കയ്യോടെ പിടിച്ചുവെന്നും അയാൾക്ക് മനസ്സിലായി. ബൈജുവേട്ടൻ്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് ഇങ്ങോട്ട് തരൂ, അലീന പറയാണ്. അവനൊന്നും മടിച്ചെങ്കിലും കൊടുക്കാതെ ഗെറ്റുന്നതുമില്ലെന്ന് രാജപ്പനും പൗലോസിനും വിനീതിനൊക്കെ മനസ്സിലായി. മൊബൈൽ അവൾ ഓഫ് ചെയ്ത് മേടിച്ചു. ഈ സാധനങ്ങളെല്ലാം തിരിച്ച് ജീപ്പിലോട്ട് കയറ്റിക്കോ. ഞാൻ പറയാതെ ഫോൺ എടുക്കരുത്. സാധനങ്ങളുടെ ലിസ്റ്റും വിലയും തൂക്കവും കുറിച്ച് കടലാസുമായി അലിന വാതിൽ കടന്നു പോയി. വല്ല കള്ളത്തരം കാണിച്ചൂടാ? അവധക്കുട്ടിച്ചായൻ 3 പേരെ മാറി മാറി നോക്കി. ഞങ്ങളൊരു കള്ളത്തരം കാണിച്ചില്ല. പറ്റുബുക്ക് എടുക്കാൻ മറന്നുകൊണ്ട് കുറിപ്പിച്ചില്ല. അതിന്റെ പേരില്ല ഈ ഇളക്കം. നീ അവളുടെ പറഞ്ഞ കണക്കെല്ലാം കൃത്യമാണോടാ? പിന്നല്ലാതെ നുണ പറഞ്ഞ കാര്യം എനിക്കെന്താ? അല്ലെങ്കിലും കടയിലെ പറ്റു തീർക്കുന്ന മുതലാളി നേരിട്ടല്ലേ. പക്ഷെ ഒരു സംഗതി നിങ്ങൾ ഓർത്തോ, ഒന്നും കാണാതെ അവൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അലീന ഡ്രസ്സ് മാറിയെത്തി. രാജപ്പനും ബൈജുവും വിനോദും കൂടി സാധനങ്ങൾ തിരിച്ച് ജീപ്പിൽ കയറ്റി. നീ എന്ത് ചെയ്യാൻ പോവാ മോളെ? വാങ്ങിച്ചെടുത്ത് കൊണ്ടുപോയി ഇതെല്ലാം തൂക്കി നോക്കണം വല്യപ്പച്ച. അരി കണ്ടിട്ട് 50 കിലോ ഇല്ലെന്ന് തോന്നുന്നു. കടക്കാരൻ പറ്റിച്ചാണെന്ന് അറിയണ്ടേ? അരി 40 കിലോയേ ഉള്ളൂ, പൗലോസ് പറഞ്ഞു. 50 എന്നല്ലേ ആദ്യം പറഞ്ഞേ? 10 കിലോ എവിടെ പോയി? അത് മിനിഞ്ഞാന്ന് വാങ്ങിച്ചതാ, അതും കൂടി ചേർത്തതാ 50. മിനിഞ്ഞാന്ന് വാങ്ങിയത് പറ്റുബുക്കിൽ കുറിപ്പിച്ചില്ലേ? ഇല്ല, മറന്നുപോയി. അലീന പറ്റുബുക്കിന്റെ പേജുകൾ മറിച്ചു നോക്കി. പലവ്യഞ്ജന കടയുടെ പേജുകൾ പൗലോസ് കാട്ടിക്കൊടുത്തു. അതിനും 2-3 ദിവസം 30 കിലോ അരി വാങ്ങിയിട്ടുണ്ടെന്നല്ലോ. പിന്നെന്തിനാ മിനിഞ്ഞാന്ന് 10 കിലോ വാങ്ങിയത്? അരി തീർന്നോ ഇല്ലയോ എന്ന് ഒരു സംശയം തന്നിട്ട് വാങ്ങിയതാ, പൗലോസ് പറഞ്ഞു. അരി എവിടെയാ സൂക്ഷിക്കുന്നത് കാണട്ടെ. പൗലോസ് ഒന്ന് വിളറി വിളക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കടാ. അവധക്കുട്ടിച്ചായനെന്ന് ഹാരം പിടിച്ചു വരാണ്. പൗലോസ് അലീനയ്ക്ക് അരി സൂക്ഷിക്കുന്ന വലിയ അലുമിനിയം കട്ടകം കാണിച്ചു കൊടുത്തു. അതിൽ 4-5 കിലോ അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 ദിവസത്തിനിടയിൽ 30ഉം 10ഉം ചേർത്ത് 40 കിലോ അരി വാങ്ങി. ഇനി 5 കിലോ ബാക്കി ഉണ്ടാവും. ബാക്കി 35 കിലോ നമ്മൾ 7 പേർ 5 ദിവസം കൊണ്ട് തിന്നു തീർത്തോ? ഞാൻ 2 ദിവസം ഉപവാസമായിരുന്നല്ലോ. വല്യപ്പച്ചൻ 2 നാൾ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ആരാ? എന്റെ പപ്പയാണോ ഇവിടുത്തെ ഭീമസേൻ? പൗലോസ് ഒന്ന് വിളറി വിളിക്കുന്നുണ്ട്. മറുപടി ഒന്നും പറയാനില്ല. പൗലോസ് എന്താ മിണ്ടാത്തെ? ആരും വാങ്ങിയിട്ടുള്ളത് ശരിയാ. ആരെങ്കിലും മോഷ്ടിച്ചോന്ന് അറിയണ്ടേ? മോഷണം നടന്നെന്നറിഞ്ഞാൽ ആ വിവരം പപ്പയെ അറിയിക്കണ്ടേ? മോഷ്ടിച്ചതാണോന്ന് തീർച്ചയായിരുന്നില്ലല്ലോ. വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ പൗലോസ് ചേട്ടാ? കഴിയത് പോട്ടെ, നമുക്ക് മാർക്കറ്റിലൊന്ന് പോകാം. എന്താടാ മടിച്ചു നിൽക്കുന്നേ? ചെന്ന് ജീപ്പിലോട്ട് കയറടാ, അവധക്കുട്ടിച്ചായൻ പറയാണ്. പൗലോസ് ചെന്ന് ജീപ്പിൽ കയറി. വിനോദും ചേട്ടനും ബൈച്ചേട്ടനും കയറിക്കോ, ഫോണോട് ഇരുന്നോട്ടെ. അത് കയ്യിലുണ്ടെങ്കിലേ ആരെങ്കിലും ഒക്കെ വിളിച്ച് മുന്നറിയിപ്പ് കൊടുക്കാമെന്ന് തോന്നും, അലീന പറഞ്ഞു. മോളെ, ഞാനോടി വരുന്നു, അവധക്കുട്ടിച്ചായൻ ഉത്സാഹത്തോടെ പറഞ്ഞു. അയാൾ മുറിയിൽ പോയി വേഗം ഷർട്ടും മുണ്ടും മാറി വന്നു. അലീനയെയും അവധക്കുട്ടിച്ചായനും കൂടി കയറ്റിക്കൊണ്ട് ജീപ്പ് കൊളത്തപ്പുഴ ടൗണിലേക്ക് പോയി. കട കാണിച്ചു തന്നാ മതി, ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, അലീന പറയാണ്. അവൾ അവധക്കുട്ടിച്ചായനെയും കൂട്ടി കടയിലേക്ക് കയറിപ്പോയി. അവധക്കുട്ടിച്ചായൻ പറ്റുബുക്ക് കടമുതലാളിയെ ഏൽപ്പിച്ചു. ജോലിക്കാര് സാധനം വന്ന് മേടിച്ചപ്പോ കുറിക്കാൻ വിട്ടുപോയി. ഒന്ന് കുറിച്ചേക്ക്. കടയുടമ അയാളുടെ അക്കൗണ്ട് ബുക്ക് എടുത്ത് നിവർത്തി. അതിൽ കുറിച്ചിരുന്ന് പകർത്താൻ തുടങ്ങി. പറ്റുബുക്ക് തിരികെ കിട്ടിയപ്പോൾ അലീന പരിശോധിച്ചു. അരി 55 കിലോ, പഞ്ചസാര 12 കിലോ, മൈദ 10 കിലോ, ആട്ട 10 കിലോ, വെളിച്ചെണ്ണ 7 കിലോ. എങ്ങനെ നീളുന്ന ലിസ്റ്റ്? ഇതെല്ലാം ഇന്ന ദിവസം വാങ്ങിച്ചതാണോ? അല്ല ചോദിച്ചു. അതെ, കടയുടമ പറഞ്ഞു. പഴയത് വല്ലതും ഇന്ന് കുറിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ബുക്കിൽ അന്ന് തന്നെ കുറിക്കും. എന്താ ഒരു സംശയം പോലെ? സംശയമുണ്ട്. അലീന കടയിൽ നിന്നിറങ്ങി ജീപ്പിനടുത്തേക്ക് പോയി. അതേതാ പെങ്കൊച്ച്? കടയുടമ അവധക്കുട്ടിയോട് ചോദിച്ചു. അത് സ്റ്റാലിയുടെ മോളാ. കണ്ടില്ലല്ലോ. എന്നെ കണ്ടുണ്ടോ? പരിചയം തോന്നുന്നുണ്ട്, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ സ്റ്റാലിയുടെ അപ്പനാ. ബൈജുവും വിനോദും പൗലോസും ചേർന്ന് അരിച്ചാക്ക് മറ്റു സാധനങ്ങൾ ജീപ്പിൽ നിറക്കി കടയിലേക്ക് കൊണ്ടുവന്ന കണ്ട് കടയുടമ അന്തം വിട്ടു. തൂക്കം തെറ്റിയോന്ന് ഒരു സംശയം ഒന്നുകൂടെ തൂക്കി നോക്കാൻ വേണ്ടിയാ, അവധക്കുട്ടി പറഞ്ഞു.
ആദ്യം അരി തൂക്കി നോക്കി. 35 കിലോ, പഞ്ചസാര 8 കിലോ, മൈദ 7 കിലോ, ആട്ട 7 കിലോ, വെളിച്ചെണ്ണ 5 കിലോ. ഇതൊക്കെ എങ്ങനെ തൂക്കം കുറച്ചു പോയത്? പറ്റുബുക്കിലെ തൂക്കം ഒന്നുമില്ലല്ലോ. ഉടൻ കടയുടമ പൊട്ടിത്തെറിച്ചു. ഞാനിവിടെ കൃത്യമായിട്ട് തൂക്കി കൊടുത്തു വിട്ടതാ. തൂക്കം കുറഞ്ഞെങ്കിൽ അതെന്റെ കുറ്റമല്ല. ഒന്നുകിൽ നിങ്ങളുടെ ജോലിക്കാർ അതിന് അടിച്ചു മാറ്റി കാണും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കുടഞ്ഞിട്ടിട്ട് കൊണ്ടുവന്നായിരിക്കും. അങ്ങനെ ചുറ്റിത്തരമൊന്നും കാണിക്കുന്നതല്ല ഞങ്ങൾ, ഔതുകുട്ടിച്ചയൻ പറഞ്ഞു. ഇവിടെ ഇതൊന്നും പറയണ്ട. സാധനം വാങ്ങിച്ചിട്ട് കുറവുണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കണം. ഇത് പിന്നെ 12 കാലം കഴിഞ്ഞു പോയോടാ. 1/2 മണിക്കൂർ മുമ്പല്ലേ വാങ്ങിച്ചത്. ഔതുകുട്ടിച്ചയന് ദേഷ്യം വന്നു. ഇതിനിടയിൽ അലീന അടുത്തൊരു പലവ്യഞ്ജന കടയിൽ കയറി സാധനങ്ങളുടെ വില തിരക്കി. തിരിച്ചു വന്ന് അവൾ ആദ്യത്തെ കടയുടമയോട് പറഞ്ഞു, മറ്റു കടയിലുള്ളതിനേക്കാൾ 10% വില കൂട്ടിയാ നിങ്ങൾ ബില്ലിട്ടിരിക്കുന്നത്. ഞാൻ ഈ വിലയ്ക്ക് വിൽക്കുന്നത്. അതിന് മനസ്സുള്ളവർ വാങ്ങിച്ചാൽ മതി. പുണ്യത്തിനല്ല ഞാൻ കച്ചവടം ചെയ്യുന്നത്. ഇതിന്റെ പേര് കച്ചവടമെന്നല്ല, കപടമെന്നാ അലീന പറഞ്ഞു. എന്റെ പപ്പയോട് പറഞ്ഞാൽ നിങ്ങളുടെ കള്ളത്തിനൊക്കെ പൊളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. കള്ളക്കട കരുതിയതിന് ചിലപ്പോൾ പോലീസിനോട് സമാധാനം പറയേണ്ടി വരും. ഇതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ച് പോവുക. കടയുടമ മിണ്ടിയില്ല കേട്ടോ. അലീന അവതക്കുട്ടിച്ചായനെയും കൂട്ടി ജീപ്പിനടുത്തെത്തി. സാധനങ്ങളും എടുപ്പിച്ച് ജീപ്പിനുള്ളിലാക്കി. പൗലോസ് ചേട്ടാ, ഇറച്ചിക്കടയിലും മീൻകടയിലും പച്ചക്കറിക്കടയിലും ഞാൻ പോയി നോക്കണം? അലീന ചോദിച്ചു. പൗലോസിന് മിണ്ടാട്ടയില്ല. തിരിച്ചു പോകാം അലീന പറഞ്ഞു. ഇതും കൂടി തൂക്കണ്ടേ മോളെ? തൂക്കി നോക്കണ്ടേ? വിലയും ചോദിക്കണ്ടേ? അവതക്കുട്ടിച്ചൻ വിടാൻ ഭാവമില്ല. വേണ്ട വല്യപ്പച്ച, നമുക്ക് കാര്യം മനസ്സിലായല്ലോ. ജീപ്പ് തിരികെ ബംഗ്ലാവിലെത്തി. സാധനങ്ങളെല്ലാം ഇറക്കി. പാതി ചത്ത പോലെ നിൽക്കുകയാണ് പൗലോസും ബൈജുവും ഒക്കെ. കടക്കാരുമായിട്ടുള്ള ഒത്തുകളിയല്ലായിരുന്നു എല്ലാം. അലീന അവരെ ഓരോരുത്തരെ മാറി നോക്കി. ആരും മിണ്ടുന്നില്ല. പൗലോസേട്ടൻ പറ, എങ്ങനെ നിങ്ങളിത് പങ്കിടാറ്? കടക്കാർക്ക് എത്ര കിട്ടും? നിങ്ങൾക്ക് എത്ര കിട്ടും? പൗലോസ് തല താഴ്ത്തി നിൽക്കാണ്. അലീന മാറിൽ കൈകൾ കെട്ടി. എന്റെ പപ്പയുടെ മുതല് കൊള്ളയടിച്ച് വീതം വെച്ചത് എങ്ങനെയാണോ ചോദിച്ചത്. അവളുടെ ഒച്ച ഉയർന്നു. അതോ പപ്പ തന്നെ നേരിട്ട് ചോദിക്കണോ? മുന്നിലൊന്ന് കടക്കാർക്ക്, ബാക്കി ഞങ്ങൾക്ക്, ബൈജു പറഞ്ഞു. നിങ്ങളുടെ വീതം ആരാ തരിക? കടക്കാർ തരും. ഒരാൾക്ക് എത്ര രൂപ കിട്ടും ഓരോ മാസവും? പറഞ്ഞത് സത്യമായിരിക്കണം. എനിക്കൊരു കണക്കുണ്ട്. വിനോദനോടാണ് ചോദ്യം. അത് പിന്നെ 10-20 രൂപ കിട്ടും. രാജൻ വെളിപ്പെടുത്തി. അതെന്ത് കണക്കാ? എന്നാ പിന്നെ 3-4 രൂപ കിട്ടും എന്ന് പറഞ്ഞൂടെ? മാസം പിന്നെ ഞങ്ങൾക്കൊരു 1 ലക്ഷം രൂപയൊക്കെ വെച്ച് കിട്ടും. അത് ഞങ്ങൾ പങ്കിട്ടെടുക്കും. ഞങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെയാണ്? ഞാനും പൗലോസ് ചേട്ടനും പിന്നെ വിനോദും, ബൈജു പറഞ്ഞു. ആൻ്റപ്പൻ ചേട്ടന് ഇതിൽ പങ്കൊന്നും ഇല്ലേ? വല്ലപ്പോഴും ഒരു പൈൻറ്റ് വാങ്ങിച്ചു കൊടുക്കും. പൈൻറ്റ് വെച്ചാൽ എന്താ? അത് പിന്നെ അരക്കുപ്പി ബ്രാൻഡി. കണ്ടാലും കണ്ടില്ലെന്ന് ഭാവിച്ച് കണ്ണടയ്ക്കുന്നതിന്. പൗലോസ് ചേട്ടന് എൻ്റെ അപ്പനാകാനുള്ള പ്രായമുണ്ട്. എന്നാലും ഇതുവരെ നടത്തിയ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ചോദിക്കാതെ പറ്റില്ല. ഇതൊക്കെ ശുദ്ധ തെമ്മാടത്തരമല്ലേ പൗലോസ് ചേട്ടാ? എങ്ങനെ പപ്പയുടെ മുതൽ നശിപ്പിക്കാമെന്നുള്ള ഗവേഷണമല്ലേ ഈ നടത്തിയതൊക്കെ? അടുക്കളയിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ടെന്ന് ചോദ്യം ചെയ്തപ്പോൾ എന്നോട് ദേഷ്യം. ആരെയും നിന്ന് ആശയർച്ചയും കടിച്ചിട്ടും പിന്നെയും പട്ടിക്ക് മുറമുറപ്പെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഔതുകുട്ടിച്ചന് മാറി നിന്ന് രംഗം കാണുകയാണ്. അലീനയിൽ തന്നെയാണ് അയാളുടെ ശ്രദ്ധ. അവൾ അവരെ കൈകാര്യം ചെയ്ത രീതി അയാൾക്ക് കണ്ടും മതി വരുന്നില്ല. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനിയൊന്നും ആവർത്തിക്കരുത്. ബൈജു പെട്രോളും ഡീസലും റിപ്പയറിങ്ങൊക്കെ ആയിട്ട് മാസപ്പടിയത്തെ രൂപ കിട്ടും. അതും കൂടി ചേർത്താ പറഞ്ഞത്. അവൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, ഇനി മുതൽ പെട്രോൾ ബില്ലും ഓടിയ കിലോമീറ്ററും പോയ സ്ഥലവും കൃത്യമായിട്ട് കുറിച്ച് എന്നെ കാണിക്കണം. കള്ളത്തിനൊന്നും ഇനി പറ്റില്ല. ശമ്പളം കുറവാണെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചോളണം. ഞാനും വേണമെങ്കിൽ പപ്പയെടുത്ത് റെക്കമെൻഡ് ചെയ്യാം. ഇതൊന്നും സമ്മതമല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കണക്ക് തീർത്ത് ബാക്കി ശമ്പളവും വാങ്ങി പോകേണ്ടവർക്ക് പോകാം. അലീന പറഞ്ഞ് അവസാനിപ്പിച്ചു. തിരികെ മുറിലെത്തിയിട്ട് അവൾ ആൻ്റപ്പനെ വിളിച്ചു. ആൻ്റപ്പൻ അവളുടെ മുന്നിലെത്തി. ആൻ്റപ്പൻ ചേട്ടൻ ഒന്ന് കണ്ണടച്ച് അലീന പറഞ്ഞു. എന്തിനാ? കണ്ണടക്കി പറയാം. അയാൾ കണ്ണടച്ചു. ഇനി കണ്ണു തുറക്ക്. ആൻ്റപ്പൻ അനുസരിക്കുകയാണ്. അലീന 2000 രൂപ എടുത്ത് അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇതെന്തിനാ? ആൻ്റപ്പൻ ചോദിച്ചപ്പോൾ പൈൻറ്റ് മേടിക്കാൻ. പലതും കണ്ടും കാണാത്തവരുടെ കണ്ണടക്കുന്നതിന് പൗലോസിനും കൂട്ടരും ഇടയ്ക്കിടെ പൈൻറ്റ് മേടിച്ചു തരാറുണ്ടല്ലോ അല്ലേ? ആൻ്റപ്പൻ ഒറ്റ നിമിഷം കൊണ്ട് വളരെ വെളുത്തു. പൈനിന്റെ വില എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. തികഞ്ഞില്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് കണ്ണടച്ചാൽ മതി. ഒരിക്കലും അവരോട് വാങ്ങിക്കരുത്. ആൻ്റപ്പൻ ആകെപ്പാട് തളർന്നു പോയി. എൻ്റെ കുഞ്ഞെ, മനഃപൂർവ്വമല്ല, അവർ നിർബന്ധിച്ച്. വേണ്ട, വിശദീകരണമൊന്നും വേണ്ട. കേണൽ സാറിനോട് പറയില്ലേ കുഞ്ഞെ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ആൻ്റപ്പൻ ചേട്ടന് എങ്ങനെ തോന്നി എൻ്റെ പപ്പയോട് ഇങ്ങനെ ചെയ്യാൻ? ആൻ്റപ്പൻ ചേട്ടനെ എന്തൊരു വിശ്വാസം പപ്പയ്ക്ക്. പപ്പയുടെ വലങ്കൈ ഇല്ലായിരുന്നു ആൻ്റപ്പൻ ചേട്ടൻ. എന്നിട്ടും പപ്പയെ പറ്റിക്കാൻ കൂട്ടുവന്നല്ലോ. കഷ്ടം. വിശ്വസിക്കണവരെ ഇങ്ങനെ ചതിക്കരുത് കേട്ടോ. അതിനേക്കാൾ വലിയ പാപമില്ല. അത്ര ഞാൻ പറയുന്നുള്ളൂ.
ആൻ്റപ്പൻ്റെ കണ്ണു നിറഞ്ഞൊഴുകി. പൊയ്ക്കോ, ഞാൻ അവനോട് പറയില്ല. ആൻ്റപ്പൻ കണ്ണു തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. പിന്നീട് അവധക്കുട്ടിച്ചാൻ അലിനോട് പറഞ്ഞു, ലാലിച്ചോട് പറണ്ടേ മോളെ, അവന്മാരെ കാണിച്ച് തട്ടിപ്പും വെട്ടിപ്പും. വേണ്ട വല്യപ്പച്ച, നമ്മളോട് ക്ഷമിക്കണം. ഇതൊക്കെ ക്ഷമിക്കാൻ കൊള്ളാവോ? തെറ്റ് ചെയ്തവർ മാത്രമല്ല വല്യപ്പച്ച കുറ്റക്കാര്. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയവരും കുറ്റക്കാരാണ്. ഭണ്ഡാരപ്പെട്ട് തുറന്നു വെച്ചിട്ട് ഭഗവാനും കൈയിട്ട് വാരമൊന്നില്ല ചൊല്ല്, അലീന പുഞ്ചിരോടെ പറഞ്ഞു. അവധക്കുട്ടിച്ചാൻ വിസ്മയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ലാലിച്ചന്റെ തോട്ടത്തിലും നല്ല വെടിപ്പ് നടക്കുന്നുണ്ടായിരിക്കും, അയാൾ പറഞ്ഞു. അത് നമുക്ക് പിടിക്കാം, പതുക്കെ മതി. ആരെ നമ്മള് ശത്രുക്കളാക്കരുത് വല്യപ്പച്ച. അവരെ കൂടി നമ്മളിവിടെ ചേർക്കണം. അവധക്കുട്ടിച്ചായൻ വാത്സല്യത്തോടെ അവളുടെ നേർക്ക് തലയാട്ടി. പൗലോസ് ഇതിനകം തന്റെ ബാഗ് അടുക്കി സ്റ്റാലിന്റെ മുമ്പിൽ എത്തിയിരുന്നു. സ്റ്റാലി ആശ്ചര്യത്തോടെ അയാളെ നോക്കി. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? പോവുകയല്ലേ മുതലാളി, വീട്ടിലൊന്ന് പോയിട്ട് വരാം. അതെന്താ ഇന്നലെ പോകാമെന്ന് വെച്ചത്? വീട്ടിൽ പോയിട്ട് കുറെ നാളായി. ഇന്നലെ രാത്രി നിനക്ക് ബോധോദയം ഉണ്ടായോ? എനിക്കൊരു 5000 രൂപ വേണമായിരുന്നു. പൗലോസ് തലയൊറിഞ്ഞു. സ്റ്റാലി രൂപ എടുത്തു കൊടുത്തു. പൗലോസ് ബൈജുവിനെ നാജപ്പനെ അടുത്ത് ചെന്നു. മുതലാളി അറിഞ്ഞ സംഭവമല്ലോ? ബൈജു ആകാംക്ഷയോട് ചോദിച്ചു. ഇല്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. പൗലോസ് ഉടനെ പോയിട്ട് വരുമോ? ബൈജു ചോദിച്ചു. എന്റെ പട്ടി പോലും വരത്തില്ല. എന്റെ വില എന്താണെന്ന് അയാൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. മുതലാളിയുടെ അടുത്ത് പറഞ്ഞു പോവാണെന്ന്. പോയിട്ട് വരാമെന്നാ പറഞ്ഞത്. പൗലോസിന്റെ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ കാര്യമാ കഷ്ടം. മുതലാളി എപ്പോഴാ വിളിച്ച് ചോദ്യം ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ബൈജു പറഞ്ഞു. ഇട്ടിട്ട് പോടാ, നിന്നെപ്പോലെ മിടുക്കനായ ഡ്രൈവർക്ക് വേറെവിടെ ജോലി കിട്ടാതെ? അതുപോലെ തന്നെ ഈ പറഞ്ഞ വിനോദിനും ഈ പട്ടികളെ തലക്കേണ്ട ഒരു കാര്യമുണ്ടോ? കിളയ്ക്കാൻ പോയാൽ ഇതിനും കൂടുതൽ പൈസ കിട്ടുമല്ലോ. ഞാനിതാ പോവാണ്. ഇനി നമ്മൾ തമ്മിൽ കണ്ടാലായി, കണ്ടില്ലെങ്കിലായി. പൗലോസ് കാലുകൾ നീട്ടിച്ച് നടന്നു. 4 മണി കഴിഞ്ഞ നേരം വാഹനങ്ങളുടെ ഇരമ്പിൽ കേട്ട് അവധക്കുട്ടിച്ചാൻ ജനലക്കാട്ടിന് മകഞ്ഞുമായിട്ട് നോക്കി. ആരാ വല്യപ്പച്ച? അലീന എസ്റ്റിലോടത്തുനിന്ന് ചോദിച്ചു. കാണാങ്കി ഇങ്ങോട്ട് വാ. അവധക്കുട്ടിച്ചാൻ കൈയാട്ടി വിളിച്ചു. അലീന ജനലക്കരിയിലെത്തി. അഴികൾക്കിടയിലൂടെ അവൾ കണ്ടു 3 കാറുകൾ, ജീപ്പുകൾ, ബൈക്ക്. മുറ്റത്ത് അവളുടെ വന്ന് നിൽക്കുകയാണ്. വാഹനങ്ങളുടെ ഡോർ തുറന്ന് ഓരോരുത്തരായി ഇറങ്ങിയാണ്. ഒരു കാറിൽ നിന്ന് ഒരു വൈദികൻ ഇറങ്ങി. അഞ്ചലിലെ വികാരിയച്ഛനെ അവധക്കുട്ടിച്ചാൻ പറഞ്ഞു. മറ്റു 2 കാറിലും വന്നിരിക്കുന്നത് രാഷ്ട്രീയക്കാരാ. ആഹാ, റീത്താമ്മയും എൽസമ്മയും അവർ ആങ്ങളമാരും ബന്ധക്കാരും പിള്ളേരും എല്ലാവരും ഉണ്ടല്ലോ. ഏതാ വല്യപ്പച്ച എൽസമ്മ? അലീനയ്ക്ക് ആകാംക്ഷയായി. കാണിച്ചു തരാം. തൽക്കാലം നീ മുറിയിൽ പുറത്തിറങ്ങണ്ട കേട്ടോ. അവർ രണ്ടും കൽപ്പിച്ച വരവ്. അവധക്കുട്ടിച്ചാൻ മുറിയിൽ നിന്ന് ഇടനാഴിലേക്ക് ഇറങ്ങി വാതിൽ ചേർത്തടച്ചു.